ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും കൊണ്ട് ഇതേപോലൊരു മസാലയിൽ നിങ്ങൾ കറി റെഡിയാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ വീതം പെരുംജീരകവും നല്ല ജീരകവും ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കണം. കൂടെ 1 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ചെറിയ ഒരു സവാളയും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്തൊന്ന് വഴറ്റാം. ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും കളറെല്ലാം ഒന്ന് മാറി തുടങ്ങുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയുടെ കളറെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ പച്ചക്കറി മാറ്റുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നമ്മൾ ആദ്യം 1 സ്പൂൺ എണ്ണ ഒഴിച്ചതിലാണ് സവാളയും ക്യാപ്സിക്കവും പച്ചക്കറിയും എല്ലാം വഴറ്റിയെടുത്തത്. അപ്പോൾ ഇനി 1 സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് അതൊന്ന് പൊട്ടിയതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു തുടങ്ങുമ്പോൾ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. സവാള അധികം വഴന്ന് കളറൊന്നും ചേഞ്ച് ആവണമെന്നില്ല. ഈ സമയത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിൽ 1 തക്കാളി പേസ്റ്റാക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജാറിൽ വലിയൊരു തക്കാളി ഞാൻ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. തക്കാളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന മസാല ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച മസാല നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചക്കറി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറുകിയ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 2 തണ്ട് മല്ലിയില പൊടിയായി അരിഞ്ഞതും 2 നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഇറക്കാം. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.